ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. മൂന്നാമത്തെ മൊഡ്യൂളിൽ ലിമിറ്റ്സ്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ എന്നുള്ള ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ നോക്ക് ലിമിറ്റ്സ് എന്നുള്ള പോർഷനാണ് വരുന്നത്. ലിമിറ്റ്സ് എന്നുള്ള പോർഷനാണ് ഒന്നാമതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ലിമിറ്റ്സിൽ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇൻഫിനിറ്റി വരുന്ന ടൈപ്പ്, സീറോ വരുന്ന ടൈപ്പ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഏത് ടൈപ്പ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 4x+3 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? ഇവിടെ 4x+3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷന് നമ്മൾ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക എന്നാണ് മീനിങ്? 2 കൊടുക്കുക അല്ലെ. നമുക്ക് 2 കൊടുത്തു നോക്കാം. എങ്ങനെ വരും? 4 × 2 + 3 എന്ന് വരും അല്ലെ. 4 × 2 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മൊഡ്യൂൾ 3 നോക്കാൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ലിമിറ്റ്സ് ആൻഡ് ഡിഫറൻസിയേഷൻ. അപ്പം ഇതിൽ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ലിമിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 4x+3 അല്ലെ. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? 4x+3 ആണ്. ഇതിന്റെ മീനിങ് എന്താ? ഇവിടെ എക്സിന് 2ലേക്ക് പോകുമ്പോൾ ഈ 4x+3യുടെ വാല്യൂ എങ്ങോട്ട് പോകും? അതാണ് ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ എക്സ് കാണുന്നിടത്ത് എന്ത് കൊടുത്താൽ മതി? ഇവിടെ തന്നിട്ടുള്ള 2 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 × അല്ലെ 2 + 3 വരും. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് അത് നമ്മൾ എക്സിന്റെ പ്ലേസിൽ കൊടുക്കുക. അപ്പൊ എന്ത് വരും? 4 2 8, 8 + 3 പറഞ്ഞാൽ 11. ഇതാണ് ഉത്തരം വരും. ഓക്കെ, ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 2x - 9. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ തന്നിട്ടുള്ളത്? -1 ആണ് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷനിൽ നമുക്ക് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. അപ്പൊ എന്ത് വരും? 2 × -1 -9 വരും അല്ലെ. അതായത് 2 × -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഭാഗം എന്താ വരിക? -2 അല്ലെ. -2 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -11 വരും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. ഇവിടെ എന്താണ് ഫംഗ്ഷൻ? എന്താണ്? 2x² - 5 എന്നാണ്. എക്സിന് എന്ത് വാല്യൂ കൊടുക്കാനുള്ളത്? 4 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2x² - 5ല് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? നമുക്ക് 4 കൊടുക്കാം അല്ലെ. 2 4 ഇവിടെ സ്ക്വയർ ഉള്ള ടേം ആണ്. സ്ക്വയർ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്ക്വയർ ഉള്ള ടേം കൊടുക്കാം. 2 × 4² - 5 എന്ന് വരും. അപ്പൊ എന്ത് വരും? 2 × 4 സ്ക്വയർ 16 - 5 വരും അല്ലെ. 32 - 5 വരും. നമുക്ക് ആൻസർ എന്ത് വരും? 27 വരും അല്ലെ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇതൊന്ന് ചോദിക്കുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് നോക്കൂ, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. നേരത്തെ ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ഇൻഫിനിറ്റിയുടെ പ്ലേസിൽ ഇവിടെ നോക്കൂ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇതിന്റെ പ്ലേസിൽ വാല്യൂ ആയിരുന്നു ഇവിടെ 2 4 6 അങ്ങനെയൊക്കെ ഉള്ള വാല്യൂസ്, -1 ഉള്ള വാല്യൂസ് ആയിരുന്നു നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ എന്താ നമുക്ക് ഡയറക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്നുള്ളത്? ഇൻഫിനിറ്റി ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അവിടെ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാം. അപ്പൊ 1 വേർഡിലാണ് ചോദിക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇതിന്റെ ആൻസർ എങ്ങനെയാ വരികയെന്ന് അറിയോ? ഇവിടെ ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ആരും ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. മുകളിൽ വരുന്ന ആളാണ് ന്യൂമറേറ്റർ, അതായത് അംശം എന്ന് പറയും. താഴെ വരുന്ന ആളാണ് ഡിനോമിനേറ്റർ, അതായത് ഛേദം എന്ന് പറയും. അപ്പൊ ഇവിടെ മുകളിൽ വരുന്ന ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളാരാണ്? അതിൽ ഏറ്റവും വലിയ കൃതി വരുന്നത് ആരാണ്? x² അല്ലേ. x² അല്ലേ ഇവിടുത്തെ വലിയ ആൾ. ഇതിന്റെ പവർ അല്ലേ ഏറ്റവും വലുത് വരുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ആരാണ് നോക്കുക? അതായത് x² കോയിഫിഷ്യന്റ് ആരാണ് നോക്കുക? 1 അല്ലേ. ഇവിടെ ശരിക്ക് 2 ആയിരുന്നെങ്കിൽ നമ്മൾ 2 എന്ന് എഴുതിയിരുന്നു, 3 ആണെങ്കിൽ 3 എന്ന് എഴുതിയിരുന്നു, ഇനിയിപ്പോ -1 ആയിരുന്നെങ്കിൽ -x² എന്ന് എഴുതിയിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 1 ഉണ്ട്. ആ കോയിഫിഷ്യന്റിനെ എഴുതുക ഡിവൈഡഡ് ബൈ താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളാരാണ്? x² ആണ്. അതിന്റെ കോയിഫിഷ്യന്റ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ 1/1 എന്താ ആൻസർ വരെ 1. അപ്പൊ 1 വേർഡ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉത്തരം എഴുതിയാൽ മതി. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. പക്ഷെ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് തന്നെ എഴുതണം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം എഴുതി വെക്കാൻ കഴിയും അല്ലെ. ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? അതിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ സ്റ്റെപ്പ് തുടങ്ങണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ അറിയാം. എന്താണ്? 1 ആണെന്നുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² + 2x + 1 ഡിവൈഡഡ് ബൈ
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുടെ പവർ മുന്നേ വരുന്ന കോയിഫിഷ്യന്റ് എഴുതി, താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുടെ കോയിഫിഷ്യന്റ് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ആണ് ഉത്തരം എന്നുള്ളതൊക്കെ അറിയാം. നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. മുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾ ആരായിരുന്നു? എക്സ് സ്ക്വയർ അല്ലേ? ആ എക്സ് സ്ക്വയർ കൊണ്ട് കംപ്ലീറ്റ് ഈ മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇത്രയും പോർഷനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ലീഡ് ചെയ്ത് നിൽക്കുന്ന എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ അല്ലെ? പ്ലസ്, അതായത് ഈ ഫസ്റ്റ് ടേമിനെ ഞാൻ എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ടേം ഇതിൽ ഏതാണ്? 2x അല്ലേ? രണ്ടാമത്തെ ടേം ഏതാണ്? 2x ആണ്. ഈ 2xനെ എന്ത് ചെയ്യുക? ഞാൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2x ബൈ എക്സ് സ്ക്വയർ ചെയ്യുക. മൂന്നാമത്തെ ആളാരാണ്? 1 ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ, താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ആരെന്നെയാണ്? എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ എക്സ് സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. എക്സ് സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. പ്ലസ്, താഴെ ഇവിടെ എന്താ വരുന്നത്? എക്സ് അല്ലേ? ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൈനസ്, ഇവിടെ അടുത്ത ആൾ വരാൻ ആരാണ്? 3 ആണ്. 3നെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ മുകൾ ഭാഗം താഴ്ഭാഗം ഡിവൈഡ് ചെയ്തു അല്ലേ? ഇനി നമ്മൾ വീണ്ടും എഴുതുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഈ ഭാഗം എന്താ നോക്കി? ഇതാണ് നമ്മൾ എഴുതുന്നത്. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്തായിട്ട് പോകും? 1 ആയി പോകും അല്ലെ? 2x ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഒരു എക്സ് ഉണ്ട്, താഴെ 2x ആണ്. അപ്പൊ മുകളിലും താഴ്ന്ന ഒരു എക്സ് നമുക്ക് വെട്ടിക്കളഞ്ഞു. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഈ ഒരു എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി ആരേ വരുള്ളൂ? 2/x വരുള്ളൂ. പ്ലസ്, ഇവിടെ 1/x സ്ക്വയറിന് അതുപോലെ എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ, താഴെയോ? താഴെ ഇതുപോലെ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും? 1 ആകും. പ്ലസ്, ഇവിടെ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/x എന്ന് വരും. ഇന്നൊരു എക്സ് വെട്ടി പോകും. ഇവിടെ എന്തുണ്ട്? മൈനസ് ആണ്. -3/x സ്ക്വയർ എന്ന് വരും. മനസ്സിലാവുണ്ടോ? ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ബാക്കി നോക്കുക. ഇവിടെ ഇൻഫിനിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ, ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി പോർഷൻസ് ഒക്കെ എന്തായി പോകും? 0 ആയി പോകും കേട്ടോ. ഇത്രയും പോർഷൻസ് എന്തായി പോകും? 0. അപ്പൊ ഇവിടെ ആരുണ്ട്? പിന്നെ ഒരു 1 ഉണ്ട് അല്ലെ? ആ 1നെ അതുപോലെ എഴുതുക, ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു 1 ഉണ്ട്, അതനുസരിച്ച്. അപ്പൊ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആയാലും ലാസ്റ്റ് ഈ ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടേം ഉണ്ടാവും. നിങ്ങൾ അതിനെ മാത്രം എഴുതിയാൽ മതി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലീഡിങ്ങിന്റെ പറഞ്ഞില്ലേ? 1/1 പറഞ്ഞില്ലേ? ആ ഉത്തരം തന്നെയാണ് ഇവിടെ വരിക. അതായിരിക്കും അതിന്റെ ആൻസർ കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് 0 വരുന്നത്? 0 വരുന്നത് എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയോ? ഇവിടെ ഈ ഇൻഫിനിറ്റിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. എക്സ് കാണുന്നോട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇൻഫിനിറ്റിയാണ്. അപ്പൊ ഇവിടെ എക്സ് കാണാനില്ല, അപ്പൊ നമ്മൾ അതിനെ 1 തന്നെ എഴുതി. ഇവിടെ എക്സ് കാണാണ്ട്, എവിടെ എക്സ് വരുന്നത്? താഴെയാണ് അല്ലെ? അപ്പൊ ഈ ടേം എങ്ങനെയായിരിക്കും ആക്ച്വലി വരിക? 2/ഇൻഫിനിറ്റി എന്നാ വരിക. 2/ഇൻഫിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു നമ്പറിന്റെ താഴെ നമുക്ക് അടിയിൽ, അതായത് താഴെ ആയിട്ട് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരിക? 0 ആണ് വരിക കേട്ടോ. ഇപ്പൊ ഇവിടെ 2/ഇൻഫിനിറ്റിന്നോ 3/ഇൻഫിനിറ്റിന്നോ 4/ഇൻഫിനിറ്റിന്നോ -4/ഇൻഫിനിറ്റി എന്തായാലും ആൻസർ തന്നെയാ വരിക? 0 ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ പ്ലേസിൽ നമ്മൾ 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ഇവിടെയും 1/0ന്റെ സ്ക്വയർ ആണ് വരിക. അപ്പൊ ഇത് 1/0 ഇൻഫിനിറ്റി, 1/ഇൻഫിനിറ്റിന്റെ സ്ക്വയർ വരും. ഇത് 0 വരും. അടുത്തത് ഇതും 0 ആയി പോകും, ഇതും 0 ആയി പോകും. അപ്പൊ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 1/1 അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഈ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻഫിനിറ്റി വരുന്ന കേസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇൻഫിനിറ്റിയില് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതില് ലിമിറ്റ് സെറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുടെ കോയിഫിഷ്യന്റ് എഴുതുക, താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുടെ കോയിഫിഷ്യന്റ് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഇൻഫിനിറ്റി തന്നെയാണ്. ഇവിടെ ആദ്യം ഏതാന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലായിരിക്കും അല്ലെ? അതായത് മുകളിൽ ഇൻഫിനിറ്റിയുടെ സ്ക്വയർ -2 × ഇൻഫിനിറ്റി ബൈ ഈ ഫോമിലാണ് വരിക അല്ലെ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളെ എഴുതുക. ലീഡ് ചെയ്ത് നിൽക്കുന്ന ആള് നമ്മൾ മുകളിലും താഴെയും നോക്കണം. മുകളിൽ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ തോന്നും ഇവിടെ എക്സ് സ്ക്വയർ ആണല്ലോ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, അപ്പൊ അതിന്റെ മുന്നേ 1 ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതും, 1. താഴെ എക്സ് ക്യൂബ് ആണല്ലോ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, അപ്പൊ അതിന്റെ മുകളിലുള്ളത് 4 ആണല്ലോ. അപ്പൊ നിങ്ങൾ 1/4 എഴുതി വെക്കും. അപ്പൊ ഇത് തെറ്റാണ്, ഇങ്ങനെ എഴുതരുത്. നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ എക്സ് സ്ക്വയർ -2x + 8 ഡിവൈഡഡ് ബൈ, താഴെ 4x³ -3 എന്നായിരുന്നു അല്ലെ?
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുകളിലും താഴെയും ഏറ്റവും വലിയ ആളെ നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരും കാണാനില്ലെങ്കിൽ ഇവിടെ ആരുണ്ട്, എക്സ് ക്യൂബ് ഉണ്ട് അല്ലെ. ഏറ്റവും വലിയതായിട്ട് നിൽക്കുന്ന ആളാരാണ്, എക്സ് ക്യൂബ് ആണ്. അപ്പൊ അതിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, 4 ആണ് അല്ലെ. ഇതിന്റെ നമുക്ക് കിട്ടിയ എന്താണ്, 4 ആണ്. താഴത്തത് ഓക്കെയാണ്. പക്ഷെ മുകളിൽ ആരുണ്ട് ശരിക്ക്, എക്സ് ക്യൂബ് ഉണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് കിടക്കുന്നത്, 0 എക്സ് ക്യൂബ് ആയിട്ടാണ് കിടക്കുന്നത്. 0 എക്സ് ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ അത് എഴുതിയില്ലാന്നേ ഉള്ളൂ. അപ്പോൾ താഴെ എക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ മുകളിലും എക്സ് ക്യൂബ് നമ്മൾ ഇല്ലെങ്കിലും എഴുതി കൊടുക്കണം 0 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ടേം ഇങ്ങനെ ആയിട്ട് മാറും. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 0 എക്സ് ക്യൂബ് പ്ലസ്, ക്വസ്റ്റിനെ തന്നെ നമ്മൾ മാറ്റി എഴുതി അല്ലെ, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4x ക്യൂബ് മൈനസ് 3 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇനി നിങ്ങൾ പഠിച്ച രീതിയിൽ പറയാം. മുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾ ആരാണ്, എക്സ് ക്യൂബ് ആണ്. അതിന്റെ കോയിഫിഷ്യന്റ് ആരാണ്, 0 ആണ്. താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾ ആരാണ്, എക്സ് ക്യൂബ് ആണ്. അതിന്റെ കോയിഫിഷ്യന്റ് ആരാണ്, 4 ആണ്. അപ്പൊ 0/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്തേ വരുള്ളൂ, 0 എന്നേ വരുള്ളൂ. പക്ഷെ നമുക്ക് വൺ വേർഡ് ആണെങ്കിലാണ് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോ എങ്ങനെ എഴുതണം, സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, എന്താണ്, 0 ആണെന്നുള്ള ഉത്തരം കിട്ടി. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി, ഉത്തരം അറിയാം. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എന്ത് ചെയ്താൽ മതി, സ്റ്റെപ്പ് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആൻസർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, എന്താണ്, 0/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്നുള്ളത് അല്ലെ. ഈ 0 എവിടുന്ന കിട്ടിയെന്ന് മനസ്സിലായില്ലേ. ഇതിന്റെ മുമ്പ് ആക്ച്വലി ആരുണ്ട്, ഒരു 0 എക്സ് ക്യൂബ് ഉണ്ട്, നമ്മൾ എഴുതാതിരുന്നതാണ്. ആ 0 ആണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലെ. മുകളിൽ ആരാ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, എക്സ് ക്യൂബ് അല്ലേ, എക്സ് ക്യൂബ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ക്യൂബ് കൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യാം, ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് മൈനസ് 2x/എക്സ് ക്യൂബ് പ്ലസ് 8/എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ, താഴെ ആരാ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, എക്സ് ക്യൂബ് തന്നെയാണ് അല്ലെ. അതായത് 4x ക്യൂബ് ബൈ എക്സ് ക്യൂബ് മൈനസ് 3/എക്സ് ക്യൂബ്. ഇത് നമുക്ക് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കാം അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് പറഞ്ഞാൽ മുകളിൽ എക്സ് ഇൻറ്റു എക്സ് ആണ്, താഴെ എക്സ് ക്യൂബ് 3x, മുകളിൽ 2x താഴെ 3x ഉണ്ട്. അപ്പൊ ഇന്ന് രണ്ടെണ്ണം വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ഒരു എക്സ് ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇവിടെ 1 വരും, ഇവിടെ ഒരു എക്സും ഉണ്ടാവും, 1/x മൈനസ് ഇവിടെ എന്ത് വരും, എക്സ് ബൈ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടുന്ന് ഒരു എക്സും പോയി അല്ലെ, ഇവിടുന്ന് 2x പോയി. അപ്പൊ എന്ത് വരും, 2/എക്സ് സ്ക്വയർ ഉണ്ടാവും. പ്ലസ് ഇവിടെ എന്ത് വരും, 8/എക്സ്. അത് മുകളിൽ നമുക്ക് വെട്ടിക്കളയാനില്ല, നമ്മൾ അതുപോലെ തന്നെ എഴുതി. താഴെ ഡിവൈഡഡ് ബൈ ഈ എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്ത് 4 വരും, മൈനസ് 3/എക്സ് ക്യൂബ് തന്നെ എഴുതാം. ഇനി നമ്മൾ എന്താ കൊടുക്കുന്നത് ഇവിടെ, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ് അല്ലെ. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഇൻഫിനിറ്റി കൊടുത്തു നോക്ക്, എന്താ ഉത്തരം വരിക നോക്ക്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ വരിക, ഇവിടെ ഫസ്റ്റ് എക്സിന്റെ പ്ലേസിൽ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുക, ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുക, ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുക, ഇവിടെ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ മുകളിൽ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും, 1/ഇൻഫിനിറ്റി മൈനസ് 2/ഇൻഫിനിറ്റിയുടെ സ്ക്വയർ അല്ലെ, പ്ലസ് 8/ഇൻഫിനിറ്റിയുടെ ക്യൂബ് എന്ന് വരും. താഴെ വരുമ്പോഴോ 4 മൈനസ് 3/ഇൻഫിനിറ്റി ക്യൂബ് എന്ന് വരും. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും, 1/ഇൻഫിനിറ്റി. ഞാൻ പറഞ്ഞ എന്തിന്റെ മുകളിൽ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്, 0 ആണ് അല്ലെ. മൈനസ് 2/ഇൻഫിനിറ്റി എന്ത് തന്നെ വരും, 0 ആണ്. ഇവിടെ എന്ത് തന്നെ വരും, 0 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, ഇവിടെ ഒരു 4 ഉണ്ട്, അവിടെ നമുക്ക് ഇൻഫിനിറ്റി ഒന്നും കൊടുക്കാനില്ല. അപ്പൊ ആ 4നെ അതുപോലെ എഴുതുക, മൈനസ് 3/ഇൻഫിനിറ്റി എന്ത് തന്നെ വരിക, 0 വരും. അപ്പൊ മുകളിൽ 0 ഉണ്ട്, താഴെ 4 ഉണ്ട്, 0/4 എന്താ ആൻസർ വരിക, 0 ആണ് ആൻസർ വരിക. എന്നാലും നമ്മൾ ഇവിടെ ആൻസർ എഴുതി വെച്ചിരുന്നത് അല്ലെ, ഇതന്നെല്ലാം എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഉത്തരം നമുക്ക് വേഗം എഴുതാൻ പറ്റും. ഉത്തരം പെട്ടെന്ന് തന്നെ എഴുതാം, സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഉത്തരം നിങ്ങൾ വേഗം പറയും, ഉത്തരം എങ്ങനെയാ വരിക. മുകളിൽ ലീഡ് ചെയ്തത് ഇൻഫിനിറ്റി ആണോ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ എഴുതാൻ പറ്റുക. ഇവിടെ വാല്യൂസ് ആണെങ്കിൽ 2, 3, 4 എന്നൊക്കെ പറഞ്ഞുള്ള വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എക്സ് കാണുന്നിടത്തൊക്കെ ആ വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ പറയുന്നത് ഇത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് ലീഡ് ചെയ്ത് നിൽക്കുന്ന, മുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് എക്സ് സ്ക്വയർ ആണ്, താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എക്സ് ക്യൂബ് ഒന്നുമില്ല, അപ്പൊ നമുക്ക് അതൊന്നും ടെൻഷൻ വേണ്ട. എക്സ് സ്ക്വയറിന്റെ മുന്നേ വരുന്ന ആളാരാണ്, 3. ഇവിടെ എക്സ് സ്ക്വയറിന്റെ മുന്നേ വരുന്ന ആളാരാണ്, അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ ആരുണ്ട് എന്നാണ് അർത്ഥം, ആരുണ്ട് എന്നാണ് അർത്ഥം, 1 ഉണ്ട് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ അവിടെ നമുക്ക് 1 കൊടുക്കാം. അപ്പൊ അതിന്റെ ലീഡിങ് കോയിഫിഷ്യന്റ് ആരാന്ന് പറയുമ്പോഴേ നമുക്ക് 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എക്സ് സ്ക്വയറിന്റെ ലീഡിങ് കോയിഫിഷ്യന്റ് ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പൊ 3/. അപ്പൊ ഉത്തരം കിട്ടി, എന്താണ്, 3 ആണ്. ഉത്തരം ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ കഴിയും 3 ആണെന്നുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3x സ്ക്വയർ പ്ലസ് 5/എക്സ് സ്ക്വയർ മൈനസ് 2 അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി
ഇപ്പൊ മുകളിൽ ലീഡ് ചെയ്ത് നിന്നിരുന്ന ആൾ ആരാണ്? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയറിന്റെ മുന്നേ വരുന്ന ആള് ഡിവൈഡഡ് ബൈ താഴെ എക്സ് സ്ക്വയറിന്റെ മുന്നേ വരുന്ന ആളാണ് ഉത്തരം. ഉത്തരം നമുക്ക് കിട്ടി. ഇപ്പൊ മുകളിൽ ലീഡ് ചെയ്ത് നിന്നിരുന്ന ആളാരാണ്? എക്സ് സ്ക്വയർ ആണ്. ആ എക്സ് സ്ക്വയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് മുകൾ ഭാഗത്തിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 3x² ബൈ എക്സ് സ്ക്വയർ ബൈ 5/x², ഓൾ ഡിവൈഡഡ് ബൈ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു? മുകൾ ഭാഗത്തിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് എക്സ് സ്ക്വയർ തന്നെ. അപ്പൊ നമ്മൾ താഴ്ഭാഗത്തിന് എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? മുകൾ ഭാഗം താഴ്ഭാഗം നമ്മൾ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ക്യാൻസൽ ചെയ്യാൻ 3 വരും. പ്ലസ് 5/x² ഉണ്ട്. ലിമിറ്റ് കൊടുക്കണേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. താഴെ എന്തുണ്ട്? ഇവിടെ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ 1 മൈനസ് 2/x². ഇനി ഇവിടുന്ന് ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ഉത്തരം എഴുതാം. 3/1 ആയിരിക്കും എന്ത് വരിക? ആൻസർ വരിക, അതായത് 3. കാരണം ഈ പോർഷൻ എന്തായി പോകും? 0 ആയി പോകും. ഈ പോർഷൻ എന്തായി പോകും? 0 ആയി പോകും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് ചോദിക്കാം. 3 മാർക്കിനായിരിക്കും മാക്സിമം ചോദിക്കുന്നത് കേട്ടോ. 3 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഉത്തരം എഴുതി വെക്കരുത്. ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് തന്നെ കിട്ടുള്ളൂ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൻസർ മാത്രം എഴുതി വെച്ചാൽ 1 മാർക്കേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എഴുതരുത്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുടെ കോയിഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുടെ കോയിഫിഷ്യന്റ്. അപ്പൊ ഇവിടെ ഇൻഫിനിറ്റി ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. അപ്പൊ ഇതിൽ എന്താ വരിക? എക്സ് സ്ക്വയർ ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ മുന്നേ വരുന്ന ആളാരാണ്? 3. താഴെ എക്സ് സ്ക്വയർ ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ മുന്നേ വരുന്ന ആളാരാണ്? 1. അപ്പൊ 3/1 ആൻസർ 3 ആണ് ഉത്തരം വരിക. നമ്മൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ചെയ്തത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. മുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളെ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ആ ഭാഗത്തിനെ ഡിവൈഡ് ചെയ്തു. മുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഈ 3x² പ്ലസ് 5നെ നമ്മൾ എന്ത് ചെയ്യാണ്? 2 ഭാഗം എന്ത് ചെയ്യാണ്? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. പിന്നെ ഈ ഡിവിഷൻ നമ്മൾ അതുപോലെ എഴുതും. താഴെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളാരാണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2ല് 2 ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്കിവിടെ 3/1 വരും. ഈ പോർഷൻ എന്ത് പോകും? 0യിലേക്ക് പോകും. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനി നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. അപ്പൊ ഇൻഫിനിറ്റിന്റെ കേസ് അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതുപോലെ ആ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കരുത്. കാരണം ഇവിടെ നോക്കണം, ഇവിടെ എന്താ വരുന്നത്? 0 ആണ് അല്ലെ? 0 വരുമ്പോഴോ 1 വരുമ്പോഴോ 2 വരുമ്പോഴോ ഒക്കെ ഞാൻ പറഞ്ഞ എന്താണ് ഇവിടെ ഫംഗ്ഷൻ? അതിൽ നമ്മൾ എക്സിന്റെ പ്ലേസിൽ എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 2x + 3 ഡിവൈഡഡ് ബൈ 4x - 1 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുത്താൽ മതി? 0 എന്ന് കൊടുത്താൽ മതി അല്ലെ? നമുക്ക് കൊടുത്തു നോക്കാം. 2 × 0 + 3 ഡിവൈഡഡ് ബൈ 4 × 0 - 1 അല്ലെ? എന്താ ഉത്തരം വരിക? 0 + 3. 2 × 0 0 ആണ്. പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 × 0 0 ആണ്. അപ്പൊ 0 - 1, 3 - 1 വരും. അതായത് -3 എന്നായിരിക്കും ഉത്തരം വരും. ഓക്കെ. അപ്പൊ 0 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് 0 കൊടുത്തു ചെയ്യുക. 1 ആണ്. ഇപ്പൊ ഇവിടെ 1 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എക്സിന്റെ പ്ലേസിൽ 1 കൊടുക്കുക. 2 ആണ്, എക്സിന്റെ പ്ലേസിൽ 2 കൊടുക്കുക. ഇൻഫിനിറ്റി ആവുമ്പോഴാണ് ഞാൻ പറഞ്ഞു തന്നത് ഉപയോഗിക്കേണ്ടത്. ലീഡിങ് കോയിഫിഷ്യന്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് ബൈ ഫാക്ടറൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇൻഫിനിറ്റി ആണോ? അല്ല, ഇൻഫിനിറ്റി അല്ല. ഇവിടെ 2 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് അല്ലെ? അപ്പൊ വാല്യൂ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൊടുത്തു നോക്കാം. നമുക്ക് കൊടുത്തു നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, x² - 5x + 6 ഡിവൈഡഡ് ബൈ x² + x - 6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? 2 കൊടുത്തോ. 2 കൊടുക്കുമ്പോൾ എന്താ വരിക? 2ന്റെ സ്ക്വയർ. എക്സ് കാണുന്നവർക്കൊക്കെ എന്ത് കൊടുക്കുക? നമ്മൾ 2 കൊടുക്കുക അല്ലെ? 2ന്റെ സ്ക്വയർ മൈനസ് 5 × 2 പ്ലസ് 6 ഡിവൈഡഡ് ബൈ താഴെ എന്ത് ചെയ്യുക? 2ന്റെ സ്ക്വയർ അല്ലെ? 2ന്റെ സ്ക്വയർ പ്ലസ് 2 - 6. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? മുകളിൽ 4 - 10 പ്ലസ് 6 ഡിവൈഡഡ് ബൈ താഴെ 4 പ്ലസ് 2 - 6 പറഞ്ഞാൽ -4 എന്ന്. അപ്പൊ മുകളിൽ എന്ത് വരും? 6ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 വരും. ആ 10 10 കുറച്ചാൽ 0 വരും. ഇവിടെ 4 4 കുറച്ച് കഴിഞ്ഞാൽ 0 വരും. അപ്പൊ ഇത് എന്ത് ഫോമിലാ വരുന്നത്? കണ്ടാൽ നമുക്ക് തോന്നും ഇപ്പൊ ഉത്തരം കിട്ടുന്നു. പക്ഷെ ഇത് ഏത് ഫോമിലാണ്? 0/0 ഫോമിലാണ് കിടക്കുന്നത്. ഇങ്ങനെ അപ്പൊ നമ്മൾ ഉത്തരം എഴുതിയേക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്കൊരു ഉത്തരം ചെയ്ത് കഴിഞ്ഞപ്പോ 4എന്നോ 4/3 അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉത്തരാക്കി നമുക്ക് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏത് ഫോമിലാ വരുന്നത്? 0/0 എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇത് 0/0 ഫോമിലാണോ? ആദ്യം നിങ്ങൾ ഇൻഫിനിറ്റി ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലീഡിങ് കോയിഫിഷ്യന്റ് ചെയ്യുക. ഇൻഫിനിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന വാല്യൂ കൊടുക്കുക. തന്ന വാല്യൂ കൊടുക്കുമ്പോൾ
0/0 ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. കാരണം 0/0 എന്നുള്ള ഉത്തരം നമ്മൾ 0/0 എന്ന് പറഞ്ഞിട്ട് 0 എന്ന് എഴുതി വെക്കരുത്. ഉത്തരം തെറ്റാണ്. 0/0 എന്ന് പറഞ്ഞാൽ 0 അല്ല കേട്ടോ. അപ്പൊ നമ്മളത് ഫോമിലേക്ക് മാറ്റണം. മാറ്റി കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസേഷൻ ചെയ്യുക, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നത്. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഘടകങ്ങളാക്കുക എന്നുള്ളത് അല്ലെ, ഘടകങ്ങളാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ മുകളിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടർ ചെയ്യണം. താഴെയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറൈസേഷൻ ചെയ്യണം. മുകളിലുള്ള ആളാരാണ്, x² - 5x + 6. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് വരുന്നത് ആരാണ്, 6ആണ്. ഇവിടെ വരുന്നത് എന്താണ്, -5ആണ്. ചിഹ്നത്തോട് കൂടി പറയണേ, 6ഉം -5ഉമാണ് വരുന്നത്. അപ്പൊ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ, 6 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് 3ഉം 2ഉം എടുക്കുക അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 3 2 എടുത്തു കഴിഞ്ഞാൽ 6ആണ് വരിക. അല്ലെങ്കിൽ 1ഉം 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാ വരിക, 6 തന്നെയാ വരിക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുന്നതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5ഉം കിട്ടുന്നത് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ 3ഉം 2ഉം ഞാൻ കൊടുത്തു. വേറെ ഏതൊക്കെയാ നമുക്ക് വരുന്ന കോംബോ എന്ന് പറയുന്നത്, 1ഉം 6ഉം വരെ അല്ലെ. 1ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6ആണ്. 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാ വരിക, 6ആണ് വരിക. പക്ഷെ ഇതിൽ ഏത് കോംബോ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് -5 ഉത്തരം കിട്ടുന്നത്. -5 ഉത്തരം കിട്ടണമെങ്കിൽ ഇവിടെ ചിഹ്നം എങ്ങനെ ആക്കി കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കണേ. ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്താ വരിക, -3ഉം -2ഉം കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്താ വരുള്ളൂ, -3ഉം -2ഉം കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്താ വരിക, മൾട്ടിപ്ലൈ ചെയ്താൽ -3 × -2 ആൻസർ എന്താ വരിക, 6 ആണ് അല്ലെ. അതുപോലെ -3ഉം -2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ആൻസർ വരുള്ളൂ, -5 വരുള്ളൂ. അപ്പൊ അത് നമുക്ക് ഈ ഫോമിലാണ്. ഗുണിച്ചു കഴിഞ്ഞാൽ 6ഉം കിട്ടുന്നുണ്ട്, കൂട്ടിക്കഴിഞ്ഞാൽ എന്തും കിട്ടുന്നുണ്ട്, -5ഉം കിട്ടുന്നുണ്ട്. അപ്പൊ മുകളിലുള്ള ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് x → 2. മുകളിലുള്ള ടേമിനെ -3ഉം -2 ആണ് വരുന്നത് അല്ലെ. അതായത് x - 3 × x - 2 എന്നാക്കി മാറ്റാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? -3ഉം -2 ആണ് നമ്മൾ എടുത്തത്. ഓക്കെ. ഇനി താഴെയുള്ള ടേം എങ്ങനെയാ വരിക എന്നുള്ളത് നോക്കാം. താഴെയുള്ള ടേം നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്, താഴെയുള്ള ടേം ഏതാണ്, x² + x - 6 എന്നുള്ളതാണ് അല്ലെ. അതായത് ഈ ടേം അതായത് x² + x - 6 എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ഗുണിക്കുമ്പോ -6ഉം അല്ലെ, ഗുണിക്കുമ്പോ -6ഉം, കൂട്ടുമ്പോ എക്സിന്റെ മുന്നേ വരുന്ന ആളാരാണ്, 1 അല്ലെ. അതായത് ഇവിടെ ഉള്ള ആളെയാണ് നമ്മൾ എഴുതേണ്ടത്. കൂട്ടിക്കഴിഞ്ഞാൽ 1ഉം കിട്ടുന്നത് ഏതാന്നുള്ളത് നോക്കണം. അത് ഏതൊക്കെ വരിക, ഗുണിക്കുമ്പോ 6 കിട്ടുന്ന നമുക്കിപ്പോ 3ഉം 2ഉം തന്നെ കിട്ടുക അല്ലെ. 3ഉം 2ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 6ആണ്. നമ്മളിവിടെ ചിഹ്നമാണ് നോക്കേണ്ടത്. ഇത് തമ്മിൽ കുറക്കുമ്പോഴാണോ കൂട്ടുമ്പോഴാണോ നമുക്ക് 1 കിട്ടുന്നത്, കുറക്കുമ്പോഴാണ് അല്ലെ. അതായത് 3ന്ന് 2 കുറച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ചിഹ്നം ഇവിടെ 3 കൊടുക്കുക, ഇവിടെ -2 കൊടുക്കുക. അപ്പൊ 3 × -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം കിട്ടുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോൾ അതായത് 3ന്ന് നമ്മൾ +-2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടുന്നുണ്ട്, 1ഉം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ എവിടെ എടുക്കേണ്ടത്, 3ഉം -2ഉം അല്ലെ. അപ്പൊ എന്ത് വരും, x + 3 × x - 2 എന്ന് വരും. ഓക്കെ. താഴെയുള്ളതിന് നമ്മൾ ഇങ്ങനെയാണ് മാറ്റിയത്. ഈ ഫാക്ടറൈസേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന മാത്രമേ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊന്നുമില്ല, എന്തേ ചെയ്യുന്നുള്ളൂ, മുകളിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വരും, അതുപോലെ തന്നെ ഗുണിച്ചു കഴിഞ്ഞാലും കൂട്ടിക്കഴിഞ്ഞാലും ഏത് വരുന്നുള്ളതും, താഴെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാലും കൂട്ടിക്കഴിഞ്ഞാലും ഏത് വരുന്നുള്ളൂ. ഇവിടെ 6ഉം ഗുണിച്ചാൽ 6ഉം കിട്ടുന്നതും കൂട്ടിയാൽ -5ഉം കിട്ടുന്നതും നോക്കുക. ഇവിടെ ഗുണിച്ചാൽ -6ഉം കൂട്ടിയാൽ 1, ഇവിടെ എക്സിന്റെ മുന്നേ ശരിക്കും കോയിഫിഷ്യന്റ് ആരുണ്ട്, 1 ഉണ്ട്. അത് കിട്ടുന്ന നമ്പറുകൾ ചിഹ്നം നോക്കി നമ്മൾ എഴുതുക. ഓക്കെ. അപ്പൊ നമ്മൾ അതിനെങ്ങനെ മാറ്റി എഴുതി, അതായത് മുകളിലുള്ള ടേമിന് ഇങ്ങനെ മാറ്റി എഴുതി, താഴെയുള്ള ടേമിനെ ഇങ്ങനെ മാറ്റി. ഇതിൽ ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ, x - 2 x - 2 ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ കളയാൻ പറ്റും അല്ലെ. ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ അതുപോലെ എഴുതും. ഓക്കെ. ബാക്കി ഇത്രയും പോർഷൻ അല്ലേ വരുന്നുള്ളൂ, അത് നമ്മൾ എന്ത് ചെയ്തു, അതുപോലെ എഴുതി. ഓക്കെ. അപ്പൊ ബാക്കി എഴുതിയിട്ട് = ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഡയറക്റ്റ് x കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, 2 കൊടുക്കുക. അപ്പൊ നമുക്ക് 0/0 ഫോമിൽ ആവില്ല. x കാണുന്നിടത്ത് 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 - 3 / 2 + 3 അല്ലെ. അതായത് -1/5 എന്ന് വരും. ഇതായിരിക്കും ഉത്തരം. കുറച്ച് ഫാക്ടറൈസേഷൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, പ്രോബ്ലം ചെയ്യാൻ കഴിയും. ഓക്കെ. അടുത്തത് നോക്ക്. അടുത്തത് ഇതുപോലെ ഇവിടെ 1 ആണ്, ഇൻഫിനിറ്റി അല്ല, 1 ആണ്. 1 ആകുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്തു നോക്കുക. 1ന്റെ x കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, 1 കൊടുത്തു നോക്കുക. അപ്പൊ എന്ത് വരും, 1² + 4 × 1 - 5 /
1 സ്ക്വയർ പ്ലസ് 1 മൈനസ് 2 അല്ലെ. അതായത് 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 5, 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 2 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് വരും. അതായത് ഇത് 0/0 ഫോമിലാണ് വരുന്നത് അല്ലെ. 0/0 ഫോമിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആൻസർ എഴുതാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലുള്ള ടേമിനെയും താഴെയുള്ള ടേമിനെയും എന്ത് ചെയ്യണം, ഫാക്ടറൈസേഷൻ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. ഓക്കെ, മുകളിലുള്ളത് എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ആണ് അല്ലെ. എന്തായിരുന്നു മുകളിലുള്ളത്, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5. ഇവിടെ നോക്ക്, ഇവിടെ നമ്മളൊക്കെ എന്താ വേണ്ടത്, ഗുണിച്ചാൽ -5ഉം അല്ലെ, ഗുണിച്ചാൽ -5ഉം കിട്ടണം, കൂട്ടിയാൽ 4ഉം കിട്ടണം. ഈ രണ്ട് സംഖ്യകളാണ് വേണ്ടത്. അപ്പൊ ഏതൊക്കെ ഗുണിച്ചാലാണ് നമുക്ക് -5 കിട്ടുക, ആകെ 1ഉം 5ഉം ഗുണിച്ചാലേ 5 തന്നെ വരുള്ളൂ അല്ലെ. ഇനി നമ്മൾ ചിഹ്നങ്ങൾ നോക്കണം. ചിഹ്നങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ഏതൊക്കെ തമ്മിൽ കൂട്ടിയാലാണോ കുറച്ചാലാണോ 4 കിട്ടുക എന്നുള്ളത് നോക്കുക. കുറച്ചാലാണ് 4 കിട്ടുക അല്ലെ. കുറച്ചാൽ 4 കിട്ടുക പറഞ്ഞാൽ ഇതിന്റെ ചിഹ്നം പോസിറ്റീവ് ഇതിന്റെ ചിഹ്നം നെഗറ്റീവ് ആക്കണ്ട, അപ്പോഴല്ലേ കുറച്ചാൽ 4 കിട്ടുക. അതായത് 5 - 1 4 കിട്ടി, 5 × 1 എന്താന്ന് കിട്ടി, 5 കിട്ടി. അപ്പൊ നമ്മൾ എടുക്കേണ്ട സംഖ്യകൾ ഏതാണ്, 5ഉം -1. മനസ്സിലാവുണ്ടോ, 5ഉം -1. ഇവിടെ മൈനസ് ആണ്, 5ഉം -1 ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് മുകളിലുള്ള ടേമിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലെ. മുകളിലുള്ള ഇത്രയും പോർഷനെയാണ് നമ്മളിപ്പോ എങ്ങനെ ആക്കിയത്, -1ഉം 5ഉം ആക്കാന്ന് പറയുന്നത്. അതായത് മുകളിൽ x-1 × x + 5 എന്ന് വരും. ഇനി താഴെയുള്ള ഈ പോർഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മാറ്റണം അല്ലെ. താഴെയുള്ള പോർഷനെ മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കൂട്ടിക്കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാലും ഏതാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇവിടെ എന്താ വരുന്നത്, x² + x -2. ഗുണിച്ചാ -2 കിട്ടുന്നതും കൂട്ടിയാല് ഇതിന്റെ മുന്നേ 1 കിട്ടുന്നതും ഏതാണ്, നമുക്കറിയാം. ഗുണിച്ചാല് 2 കിട്ടുന്നത് ഏതാണ്, 1ഉം 2ഉം ഉള്ളു അല്ലെ. ഇതില് കൂട്ടിയാല് 1 കിട്ടണം, അല്ലെ കൂട്ടിയാലോ കുറച്ചാലോ 1 കിട്ടണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചിഹ്നം കൊടുക്കേണ്ടത്, 2ന് പോസിറ്റീവ് കൊടുക്കുക, 1ന് നെഗറ്റീവ് കൊടുക്കുക അല്ലെ. ഇപ്പൊ എന്തേ വരുള്ളൂ, 2ന്ന് 1 പോയി കഴിഞ്ഞാൽ 1 വരും. 2 × -1 കഴിഞ്ഞാൽ -2 വരും. മനസ്സിലായോ, 2 × -1 പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിച്ച -2ഉം കിട്ടി, കൂട്ടിയ 1ഉം കിട്ടി. കൂട്ടിയ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തേ വരുള്ളൂ, 2 + -1 അല്ലെ. അതായത് 2ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 1 എന്ന് വരും. അപ്പൊ ഏതൊക്കെ നമ്മൾ എടുക്കേണ്ട സംഖ്യകൾ, -1ഉം 2ഉം. അപ്പൊ താഴെയുള്ള ഈ ടേമിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും, x - 1 × x + 2 എഴുതും. മനസ്സിലാവുണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെയും ക്യാൻസൽ ചെയ്ത് കളയാണ്ടാവും, x - 1 x - 1ഉം ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ള പോർഷനെ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ എഴുതുക. x + 5 ബാക്കി മുകളിലുണ്ട്, അതിനതുപോലെ എഴുതി. താഴെ എന്തുണ്ട്, x + 2 ഉണ്ട്, അതിനതുപോലെ എഴുതി. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. എക്സിന്റെ വാല്യൂ എവിടെയും കൊടുക്കുമ്പോൾ എന്ത് വരും, മുകളിൽ 1 + 5 / 1 + 2 എന്ന് വരും അല്ലെ. അതായത് മുകളിൽ 6/3 എന്ന് വരും. ഉത്തരം എന്ത് വരും, 2 എന്ന് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫാക്ടറൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത വരുന്നതാണ് ഈ ടൈപ്പ്. അതായത് ഇതും 0/0 ഫോമിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ ഈ റിസൾട്ട് നന്നായിട്ട് ഓർത്തിരിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, ഇവിടെ എ ആകുമ്പോൾ ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്, ആൻസറിൽ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എ എവിടേക്കാണ് വരുന്നത്, എക്സ് എവിടെയാണ്, എൻ എവിടെയാണ് എന്നുള്ളത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ആ ഫോമില എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫാക്ടറൈസേഷന്റെ പോലെ ഒന്നല്ല വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ആദ്യം എക്സിന് 2 ആണ്, 2 ആകുമ്പോൾ 2 ഇട്ട് ചെയ്ത് നോക്കാം. എക്സ് കാണുന്നിടത്തൊക്കെ 2 കൊടുക്കുക. അപ്പൊ എന്തൊരു 2⁴ ഡിവൈഡഡ് ബൈ 2 - 2 വരും. 2ന്റെ റേസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ് വരിക. 16 - 16 ബൈ 2 - 2 പറഞ്ഞാൽ 0 വരും. അതായത് 0/0 അല്ലെ, 0/0 ഫോമിലാണ് ഇതും വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫോർമുല ഉപയോഗിക്കണം. ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ ആ മോഡലിലാണോ കിടക്കുന്നത്, x² ഫോമിലാണോ, അല്ല. ഇത് നല്ല വലിയൊരു പവർ ഉള്ള വാല്യൂ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഫാക്ടറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ച റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട്, x⁴ അല്ലെ. ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട്. ഇത് കമ്പയർ ചെയ്ത് എഴുതി വെക്കുക. ഇവിടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x തന്നെയാണ്, വേരിയബിൾ മാറ്റല്ല, x തന്നെയാണ്. ഇവിടെ 2 അല്ലെ, അതായത് എന്റെ പ്ലേസിൽ ഇവിടെ എന്താണ് വരുന്നത്, 2 ആണ്. അപ്പൊ എ എന്താണെന്ന് എഴുതാം, നമുക്ക് 2 ആണെന്ന് എഴുതാം. അതുപോലെ n എന്താണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആളാണ്, എക്സിന്റെ പവറിൽ വരുന്ന ആൾ n. ആ n എന്താണ് വരുന്നത്, 4 ആണ് വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ഇവിടെ റിസൾട്ട് കൊടുത്താൽ മതി. ഈ ഫോമിലാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ ഇതാണ്, n × a⁻n - 1. n എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, 4 ആയിരുന്നു, ഇൻറ്റു a എന്താണ്, 2 ആണ്.
എ റൈസ് ടു എൻ മൈനസ് വൺ എന്നാൽ 4 - 1 എന്ന് വരും. അതായത് 4 ഇൻറ്റു 2ന്റെ ക്യൂബ് എന്ന് വരും. 4 ഇൻറ്റു 8 എന്ന് വരും. 32 ഉത്തരം വരിക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് വെച്ചിട്ട് ഇത് എഴുതാൻ പറ്റും. പക്ഷേ ഈ റിസൾട്ട് നന്നായിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ. ഈ റിസൾട്ട് ആണെന്നുള്ളത് ഞങ്ങൾ എങ്ങനെ അറിയാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഈ റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിലൊക്കെ ആണെങ്കിൽ ഇവിടെ എന്തായിരുന്നു? ആ റിസൾട്ട് പോലെയാണോ? അല്ല. ഇവിടെ എന്തായിരുന്നു? ഒരു എക്സ് സ്ക്വയറോ അല്ലെ, എക്സ് സ്ക്വയറോ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോ ഇങ്ങനെ എക്സ് റൈസ് ടു 4 മൈനസ് 2 ക്യൂ എക്സ് റൈസ് ടു 4 മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഈ ഫോമിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എക്സ് ക്യൂബ് അങ്ങനെയൊക്കെ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് ഉപയോഗിക്കാം. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. മുകളിലും താഴെ എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫാക്ടറൈസേഷൻ തന്നെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണോ നിങ്ങൾ ഈ റിസൾട്ട് വെച്ച് പറ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ രണ്ട്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 27 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 9 ആണ് വരും അല്ലെ. അപ്പൊ നമ്മൾ ആ റിസൾട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ മുകളിലും താഴെയും നിങ്ങൾ നോക്കണം. എക്സ് ക്യൂബ് മൈനസ് 27 ലിമിറ്റിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ഭാഗത്തും ലിമിറ്റ് എഴുതി കൊടുത്തു. എക്സ് ക്യൂബ് മൈനസ് 9. ഇനി നമ്മൾ മുകളിലും ആ റിസൾട്ട് അപ്ലൈ ചെയ്യുക, താഴെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുക. മുകളിൽ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വാല്യൂസ് എഴുതിയെടുക്കണം. ഏതൊക്കെ വാല്യൂസാണ് വരിക? ഇവിടെ n എന്താണ്? n ഈക്വൽ ടു 3 ആണ്. താഴെ a എന്താണ്? a ഈക്വൽ ടു 3 ആണ്. എക്സ് പിന്നെ എക്സ് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ മുകളിലുള്ള എഴുതണം. താഴെയോ? താഴെ n എന്താണ് വരുന്നത്? n എന്താണ്? 3 ആണ് അല്ലെ. n എന്താ വരുന്നത് ഇവിടെ? സോറി, ഇവിടെ 2 ആണ്. എക്സ് സ്ക്വയർ ആണ് കേട്ടോ, സ്ക്വയർ ആണ്. അപ്പൊ n എന്താണ് ഇവിടെ? 2 ആണ്. താഴെ a എന്താ വരുന്നത്? 3 ആണ്. a എന്താ വരുന്നത്? 3 ആണ്. എക്സ്റ്റെൻസ് ടു n. അപ്പൊ നമ്മൾ ഇവിടെ ഈ റിസൾട്ടുകൾ കൊടുക്കുക. നമുക്കറിയാം റിസൾട്ട് എന്താ വരുന്നത്? n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ n എന്താണ്? 3. 3 ഇൻറ്റു 3 റൈസ് ടു എ മൈനസ് 1. എ എന്തായിരുന്നു? 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ n എന്താ വരുന്നത്? ഇവിടുത്തെ n 2 ആണ് അല്ലെ. അപ്പൊ 2 ഇൻറ്റു 3 റൈസ് ടു എ റൈസ് ടു n മൈനസ് 1 2 മൈനസ് 1 വരും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ഇത് വരും 3 ഇൻറ്റു 3 മൈനസ് 1 പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ വരും. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 3 2 മൈനസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. മനസ്സിലാവുണ്ടോ? നമുക്ക് ഇതിൽ രണ്ടിലും 3 ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3ന്റെ സ്ക്വയർ 9 വരും. 9 3 27 വരും. 27/6 ആണ് ഉത്തരം വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിസൾട്ട് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പറയാ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വരിക എന്നുള്ളത്. മുകളിലും നോക്കുക, താഴെയും നോക്കുക. എ പാർട്ട് എഴുതുക. അതിൽ എ എന്താണെന്ന് എഴുതുക, എൻ എന്താണെന്ന് എഴുതുക, എല്ലാം എഴുതുക. ഓക്കെ. ഇവിടെ എന്താ വരിക? ഇവിടെ ഇതിന്റെ പ്ലേസിൽ എന്താ വരുന്നത്? 4 ആണ് അല്ലെ. അപ്പൊ മുകളിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 64 ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എക്സ് സ്ക്വയർ മൈനസ് 16. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നോക്ക്, മുകളിൽ n എന്താ വരുന്നത്? n എന്താണ്? 3 ആണ് അല്ലെ. a എന്താണ്? a ഇവിടെ നമുക്കറിയാം എന്താണുള്ളത്? 4 ആണ്. താഴെയാണെങ്കിലോ n എന്താണ്? n ഇവിടെ 2 ആണ്. a എന്താണ്? 4 ആണ്. അപ്പൊ നമ്മൾ മുകളിലും താഴെ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. ഇവിടെ n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. മുകളിൽ n എന്തായിരുന്നു? 3 ആയിരുന്നു അല്ലെ. 3 ഇൻറ്റു a എന്തായിരുന്നു? 4 ആയിരുന്നു. ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1 വരും. ഓൾ ഡിവൈഡ് ബൈ താഴെ n എന്തായിരുന്നു? താഴത്തെ n എന്തായിരുന്നു? 2 ആയിരുന്നു അല്ലെ. a എന്തായിരുന്നു? 4 ആയിരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 റൈസ് ടു 2 മൈനസ് 1. ഓക്കെ. നമ്മൾ മുകളിലും താഴെ ആ റിസൾട്ട് ഡയറക്റ്റ് കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 3 ഇൻറ്റു 4 റൈസ് ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ എന്ന് വരും. താഴെ 2 ഇൻറ്റു 4 റൈസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. ഓക്കെ. വേണമെങ്കിൽ നമുക്കൊരു 4 നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം സിംപ്ലിഫിക്കേഷൻ ഒന്നുകൂടെ സുഖമായിരിക്കും. അപ്പൊ മുകളിൽ 3 ഇൻറ്റു 4 മാത്രമേ ഉള്ളൂ. താഴെ 2 വരും. അപ്പൊ 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് എന്ത് വരിക? ഉത്തരം വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ റിസൾട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഈ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ n നോക്കുക, a നോക്കുക, എന്നിട്ട് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 കൊടുക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്തായിരുന്നു? ഇവിടെ n എന്താണ് വരുന്നത്? മുകളിൽ n എന്താണ്? 4 ആണ്. n ഈക്വൽ ടു എന്താണ്? 4 ആണ്. a എന്താണ് ഇവിടെ വരുന്നത്? 2 ആണ് അല്ലെ. താഴെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ n എന്താ വരുന്നത്? n ഈക്വൽ ടു 1 ആണ്. ഇവിടെ a എന്താ വരുന്നത്? a ഈക്വൽ ടു 2 ആണ്.
മുകളിൽ നമ്മൾ ഈ ഫോർമുല കൊടുക്കുക, താഴെ നമ്മൾ ഈ ഫോർമുല കൊടുക്കുക. മുകളിൽ ഈ ഫോർമുല കൊടുക്കുമ്പോൾ എന്ത് വരും? n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു അല്ലെ a⁻², 4 - 1. താഴെ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ n ആണ് 1 ഇൻറ്റു a⁻², 1 - 1 വരും. അതായത് ഇവിടെ എന്ത് വരും? 4 ഇൻറ്റു 2³ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2⁻0 എന്ന് വരും. 2 ഏതൊരു വാല്യൂവിന്റെ മുകളിലും പവർ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആണ് വരും കേട്ടോ. അതായത് 2⁻0 ആൻസർ 1 ആണ്, 3⁻0 ആൻസർ 1 ആണ്, 4⁻0 ആൻസർ 1 ആണ്. അപ്പൊ ഇവിടെ 2⁻0 ആൻസർ എന്താ വരിക? 1 ആണ് വരിക. ഓക്കെ, അപ്പൊ ഈക്വൽ ടു നമുക്ക് മുകളിൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 2³ 8 ആണ്, ഡിവൈഡഡ് ബൈ താഴെ 1 ഇൻറ്റു 1 വരും അല്ലെ. അങ്ങനെയാണ് ഇവിടെ 32 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾ കമ്പയർ ചെയ്തൊന്നും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത റിസൾട്ടിലേക്ക് പോകാം. ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ്സ് ആണ്. ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ്സിൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റിസൾട്ട്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്താണ്? 1 ആണ്. ഇവിടെ ഇനി തീറ്റ എന്ന് കണ്ടിട്ട് തീറ്റയ്ക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ എന്നുള്ളതല്ല, ഇവിടെ ഈക്വൽ ആവണം എന്നാൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. അതായത് ഇവിടെ തീറ്റ ആണെങ്കിൽ താഴെയും തീറ്റ ഇവിടെയും തീറ്റ ടെൻസ് ടു 0യിലേക്കാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക? 1 ആണ്. അപ്പൊ ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 1. ടെൻസ് ടു 0യിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? 1 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ലിമിറ്റ്സ് തീറ്റ സോറി 2 തീറ്റ ടെൻസ് ടു 0 സൈൻ 2 തീറ്റ ബൈ 2 തീറ്റ. ഇതിന്റെ ആൻസർ എന്ത് തന്നെയാ വരിക? 1 ആയിരിക്കും. കാരണം ഇവിടെ 2 തീറ്റ, ഇവിടെ 2 തീറ്റ, ഇവിടെ 2 തീറ്റ എല്ലാം ഒരുപോലെ ടെൻസ് ടു 0യിലേക്ക് ആൻസർ എന്താ വരിക? 1 ആണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇനി ചില റിസൾട്ടുകൾ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇവിടെ ഞാനൊരു ഷോർട്ട് പറഞ്ഞുതരാം, അത് വെച്ച് നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് എഴുതാൻ കഴിയും. ഇനി ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്ക്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ m തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ n തീറ്റ ആണ്. ഇങ്ങനെ വരുമ്പോ തീറ്റ ടെൻസ് ടു 0യിലാണെങ്കിൽ ഈ തീറ്റയുടെ മുന്നേ ആരാ ഇവിടെ വരുന്നത്? m ഡിവൈഡഡ് ബൈ ഈ തീറ്റയുടെ മുന്നേ ആരാ വരുന്നത്? n. ഇതായിരിക്കും ഉത്തരം വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് എഴുതണേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇവിടെ തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ സൈൻ 5 തീറ്റ. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. 1 വേർഡിലൊക്കെയാ ചോദിക്കുന്നത് വെച്ചാൽ എന്താ വരിക? ഈ തീറ്റയുടെ മുന്നേ ആരാണ്? 4, ഈ തീറ്റയുടെ മുന്നേ ആരാണ്? 5, 4/5 ആണ് ഉത്തരം വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പറയൂ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 7 തീറ്റ ബൈ സൈൻ 6 തീറ്റ. ഇതിന്റെ ആൻസർ എന്താ വരിക? 6/7 ആയിരിക്കും വരിക. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് വളരെ സുഖമാണ്. പക്ഷെ നമ്മൾ 1 വേർഡിൽ ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലോ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 7 തീറ്റ ബൈ 3 തീറ്റ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താ വരിക? താഴെ സൈൻ തന്നിട്ടില്ലേ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ തീറ്റയുടെ മുന്നേ ആരാ ഉള്ളത്? 7, താഴെ തീറ്റയുടെ മുന്നേ ആരാ ഉള്ളത്? 3. ഇതാണ് ഉത്തരം വരിക. ഇനിയിപ്പോ സൈൻ ഉണ്ടെങ്കിലും സൈൻ ഇല്ലെങ്കിലും തന്നെയാണ് ഉത്തരം വരിക. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതി വെക്കുക. പക്ഷെ നമുക്ക് എന്ത് വേണം? സ്റ്റെപ്പ് വേണം അല്ലെ? സ്റ്റെപ്പ് വേണം. അപ്പൊ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് സ്റ്റെപ്പ് വെച്ച് എഴുതേണ്ടത്? ഇതിന്റെ ആൻസർ സ്റ്റെപ്പ് വെച്ച് എഴുതുമ്പോൾ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഇതാണ് അല്ലെ? ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട്. ഇതാണ് മെയിൻ റിസൾട്ട്. അതായത് മുകളിൽ തീറ്റ, താഴെ തീറ്റ, സൈഡിലും തീറ്റയാണെന്നുണ്ടെങ്കിൽ ആൻസർ 1 ആണ്. അപ്പൊ അത് നമ്മൾ ഇതിലോട്ട് എത്തിക്കണം. എങ്ങനെ നമുക്ക് ചെയ്യാം? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ സൈൻ 5 തീറ്റ എന്ന് പറയുന്നത് 4/5 ആണ് ഉത്തരം എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെ നമ്മൾ അതിലോട്ട് എത്തിക്കും? നമുക്ക് ചെയ്തു നോക്കാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. ഞാൻ മുകളിൽ സൈൻ 4 തീറ്റ ഉണ്ട് അല്ലെ? രണ്ട് ഭാഗത്തും ഞാൻ ലിമിറ്റിനെ മാറ്റി കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ കൊടുത്തുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെ? മുകളിലും ഞാൻ ഈ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇതിനും കൊടുത്തു, അതുപോലെ ഇതിനും കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ലിമിറ്റ് ഞാൻ എന്ത് ചെയ്തു? രണ്ടിനും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഉണ്ട്. ഇവിടെ 4 തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 4 തീറ്റ, താഴെയും 4 തീറ്റ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 എഴുതാൻ പറ്റും അല്ലെ? അതായത് ഞാൻ പിന്നെ ഇവിടെ 4 തീറ്റ ആക്കുകയാണ്. എനിക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ സൈൻ 4 തീറ്റ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ സൈഡിലും 4 തീറ്റ ആക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയും കൂടി എന്ത് ചെയ്യണം? 4 തീറ്റ എന്ന് എഴുതണം അല്ലെ? ഇൻറ്റു 4 തീറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഒരു 4 തീറ്റ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യും വേണം. മനസ്സിലാവുണ്ടോ? കാരണം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിലേക്ക് തന്നെ പോവുക. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഇവിടെ ഒരു 4 തീറ്റ എന്നാക്കി,
ഇവിടെ ഒരു 4 തീറ്റ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം അപ്പോഴാണ് ഈ 4 തീറ്റയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതന്നെ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി താഴെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 5 തീറ്റ ആണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക, 5 തീറ്റ കൊടുക്കുക. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 5 തീറ്റ കൊടുക്കണം. ഇൻറ്റു എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 5 തീറ്റ കൊടുക്കുക. അപ്പൊ ഞാൻ അതിനെ അങ്ങനെ മാറ്റി എഴുതാണ്. ലിമിറ്റ് 5 തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ ഇൻറ്റു ഞാൻ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 തീറ്റ കൊടുത്തു. വല്ല മിസ്റ്റേക്കും ഉണ്ടോ, ഇല്ല. അപ്പൊ ഇത്രയും പോഷപ്പം നമുക്കറിയാം എന്താണ് ആൻസർ വരിക, നമ്മൾ പഠിച്ച റിസൾട്ട് ആണ് അല്ലെ. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്താണെന്ന് നമുക്കറിയാം, 1 ആണ്. ഇനി ഇവിടെ ഒരേത് വന്നു കഴിഞ്ഞാലാണ് 1 എന്നാണ്. അപ്പൊ ഇവിടെയൊക്കെ 4 തീറ്റ ആണ്, ഇവിടെയും 4 തീറ്റ ആണ്, ഇവിടെയും 4 തീറ്റ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തേ വരുള്ളൂ, ഇത്രയും പോർഷന്റെ ആൻസർ എന്തേ വരുള്ളൂ, 1 വരുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് മുകളിൽ എന്തോ ഒരു 1 ഇൻറ്റു 4 തീറ്റ ഡിവൈഡഡ് ബൈ താഴെ ഇത്രയും പോർഷന്റെ ആൻസർ എന്തെന്നെ വരുള്ളൂ, 1 വരുള്ളൂ. 1 ഇൻറ്റു ബാക്കി ഭാഗം എന്താണ്, 5 തീറ്റ എന്ന് വരും അല്ലെ. അപ്പൊ 1 ഇൻറ്റു 4 തീറ്റ എന്ന് പറഞ്ഞാൽ 4 തീറ്റ, താഴെ ബൈ 5 തീറ്റ എന്ന് വരും. അപ്പൊ ഈ തീറ്റയും തീറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, 4/5 വരും. ഉത്തരം കിട്ടി 4/5. ഇതന്നെയല്ലേ നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചിരുന്നത്. ആൻസർ നമ്മൾ ആദ്യം തന്നെ എഴുതിയതാണ്, എന്താണ്, 4/5 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഇതിന്റെ ആൻസർ പറയാ, ഇതിന്റെ എങ്ങനെയാണ് സ്റ്റെപ്പ് വെച്ച് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാ സ്റ്റെപ്പ് വെച്ച് നമ്മൾ ആൻസർ നമുക്കറിയാം, തീറ്റയുടെ മുന്നേ വരുന്നത് എം ആണ്, ഈ തീറ്റയുടെ മുന്നേ വരുന്നത് എൻ ആണ്. അപ്പൊ M/N ആണ് ഉത്തരം എന്ന് പറയും. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യുക, ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. ലിമിറ്റിന് എന്ത് ചെയ്യുക, സൈൻ എം തീറ്റക്ക് ഒരു ലിമിറ്റ് കൊടുക്കുക, പിന്നെ ആർക്കും കൊടുക്കുക, സൈൻ എൻ തീറ്റക്കും എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക, ഈക്വൽ ടു. ഇന്ന് മുകളിൽ നമുക്ക് ഇവിടെ എം തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എം തീറ്റ ആക്കണം, താഴെ എം തീറ്റ ആക്കണം. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യുക, എം തീറ്റ കൊടുക്കുക. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ ഒരു എം തീറ്റ കൊടുക്കുക, ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് ഇവിടെ എൻ തീറ്റ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എൻ തീറ്റ ആക്കണം, താഴെ എന്ത് ചെയ്യണം, നമ്മൾ എൻ തീറ്റ ആക്കണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു എൻ തീറ്റ കൊടുക്കുക. അതായത് ലിമിറ്റ് എൻ തീറ്റ ടെൻസ് ടു 0 സൈൻ എൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ തീറ്റ ഇൻറ്റു എൻ തീറ്റ ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അവിടെ 3ഉം 4ഉം ആയിരുന്നു എന്നുള്ളൂ. ഇവിടെ നമുക്ക് അതിന് പകരം എന്തും വന്നു, എമ്മും എന്നും വന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ എന്തെന്നെ വരിക, പറ ഇത്രയും പോർഷന്റെ ആൻസർ എന്തായിരിക്കും വരിക, 1 ആയിരിക്കും അല്ലെ. കാരണം ഇവിടെ എം തീറ്റ, ഇവിടെ എം തീറ്റ, ഇവിടെ എം തീറ്റ. അപ്പൊ ആൻസർ 1 ഇൻറ്റു എം തീറ്റ ഡിവൈഡഡ് ബൈ താഴെ ഇത്രയും പോർഷന്റെ ആൻസർ എന്തായിരിക്കും വരിക, 1 ആയിരിക്കും. 1 ഇൻറ്റു എം തീറ്റ അല്ലെ. തീറ്റയും തീറ്റയും ക്യാൻസൽ ചെയ്യുക, M/N. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഇതിലെ ഏത് ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതേണ്ടത്. മനസ്സിലാവുണ്ടോ? ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എഴുതുക, ആൻസർ ചെയ്യുക. ഇനി എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സ്റ്റെപ്പ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ നേരത്തെ നമ്മൾ 2 പ്രോബ്ലം ചെയ്തില്ലേ, ആ മോഡൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 7 തീറ്റ ബൈ സൈൻ 3 തീറ്റ. ഇത് നമ്മൾ എങ്ങനെയാ, ആൻസർ നമുക്കറിയാം 7/3 ആണെന്നുള്ളത്. അപ്പൊ ഇത് സ്റ്റെപ്പ് വെച്ച് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ലിമിറ്റിനെ മുകളിലും താഴെയും 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ എല്ലായിടത്തും ഇവിടെ മുകളിൽ 7 തീറ്റ സൈൻ 7 തീറ്റ ബൈ 7 തീറ്റ ആക്കുക, ഇൻറ്റു ഇവിടെ ലിമിറ്റ് 7 തീറ്റ ടെൻസ് ടു 0 എന്നാക്കുക. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 7 തീറ്റ കൊടുക്കുക. ഇവിടെ അതുപോലെ സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ ഇൻറ്റു 3 തീറ്റ ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ പോർഷൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ഈ ടേം ഒക്കെ എന്തായി പോകും, 1 ആയി പോകും അല്ലെ. അതായത് 7 തീറ്റ ബൈ 3 തീറ്റ എന്നേ ഉണ്ടാവുള്ളൂ, 7/3 എന്ന് വരിക അതിന്റെ ആൻസർ. ഈ ടൈപ്പ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ടൈപ്പ് നോക്കിയാൽ തന്നെ ബാക്കി എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് പഠിക്കേണ്ട നമ്മൾ റിസൾട്ട് എന്താണ്, ലിമിറ്റ് സൈൻ തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്താണെന്നുള്ള റിസൾട്ട് പഠിക്കുക, 1 ആണെന്നുള്ളത് പഠിക്കുക. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ് വരിക, 1 തന്നെയാണ് വരിക. ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, എക്സിന്റെ മുന്നേ ഇവിടെ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് കൊടുക്കുക, എക്സ് ആണെങ്കിൽ എക്സ് എന്ന് കൊടുക്കുക കേട്ടോ, അതൊന്നും വിഷയമല്ലേ. എക്സിന്റെ മുന്നേ ആരാ കോയിഫിഷ്യന്റ് വരുന്നത്, ടാനിന് 1 ആണ് വരുന്നത് അല്ലെ. ഇവിടെ എക്സിന്റെ മുന്നേ ആരാണ്, 1 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 1 ആണ് വരിക, 1 ആണ് വരിക. അപ്പൊ നമുക്ക് അത് അറിയാം, പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് വെച്ച് എഴുതണം. ലിമിറ്റ് ഇത് പ്രൂവ് ചെയ്യാൻ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സിനെ നമുക്ക് മാറ്റി എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ടാൻ എക്സിനെ എങ്ങനെ എഴുതാം, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം.
പിന്നെ ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് അല്ലേ, ഞാൻ ഈ ടാൻ എക്സിനെ മാത്രമാണ് ഇങ്ങനെ മാറ്റിയത്. ഓൾ ഡിവൈഡഡ് ബൈ ആരും കൂടെ ഉണ്ട്, ഒരു എക്സും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ, ഈ എക്സ് ഇങ്ങോട്ട് വരും കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കോസ് എക്സ് വരും. മനസ്സിലാവുന്നുണ്ടോ? സൈൻ എക്സ് ബൈ എക്സ് കോസ് എക്സ് വരും. നമുക്ക് ഇനി ഇതിന്റെ ആൻസർ എന്താ കിട്ടേണ്ടത്, നമുക്ക് 1 ആണ് കിട്ടേണ്ടത് അല്ലേ. 1 കിട്ടേണ്ടത് എന്താ നോക്കാം. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും, ഞാൻ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0/0 എന്നുള്ള ഫോമിൽ തന്നെയാണ് വരിക. അപ്പൊ നമ്മൾ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് എഴുതാം അല്ലെ. അതായത് ഞാൻ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും പോർഷൻ ഒരുമിച്ച് എഴുതി, സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ബാക്കി അവിടെ എന്തുണ്ട്, ഒരു 1/cos x ഉണ്ട് അല്ലെ. cos x മാത്രം താഴെ ഉണ്ടാകുന്ന മുകളിൽ ഒരു 1 ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, അതായത് സൈൻ എക്സ് ബൈ എക്സിന് ഒരു ടേം ആക്കി എഴുതി ഇങ്ങനെ. ഇതെന്താണ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചത്, എന്താ ആൻസർ 1 അല്ലേ, 1 ആണ് അല്ലെ. 1 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 1/xന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക, cos 0 എന്ന് വരും. 1 ഇൻറ്റു 1/cos 0 എന്താണ്, 1 തന്നെയാണ്. അപ്പൊ 1/1 പറഞ്ഞ ആൻസർ എന്ത് വരും, 1 എന്ന് വരും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. നമ്മൾ എന്താ ചെയ്തത്, ടാൻ എക്സിനെ ആദ്യം എന്ത് ചെയ്തു, ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആക്കി, എന്നിട്ട് ഓൾ ഡിവൈഡ് ബൈ എക്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ സൈൻ എക്സ് ബൈ എക്സിന് ഒരു ടേം ആക്കി, ബാക്കി 1/cos എക്സിന് മറ്റൊരു ടേം ആക്കി. അപ്പൊ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സും 1 ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സും എന്ത് തന്നെയാണ്, 1 തന്നെയാണ് കേട്ടോ. ഈ രണ്ട് റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റത്തെ റിസൾട്ട് നമ്മളോട് ഡയറക്റ്റ് പ്രൂഫും ചോദിക്കാറുണ്ട്. ഇനി നിങ്ങൾ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തന്ന റിസൾട്ട് വെച്ചിട്ട് ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറയണേ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ബൈ 6 തീറ്റ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഈ ബൈ 6 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സൈൻ 4 തീറ്റക്കും ബാധകമാണ്, 2 തീറ്റക്കും ബാധകം. അപ്പൊ നമുക്ക് അതിനൊന്ന് മാറ്റി എഴുതാം, ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെ. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ 6 തീറ്റ. ഈ 6 തീറ്റ ഇതിനും ബാധകമാണ്, ഇതിനും ബാധകമാണ്. ഞാൻ ലിമിറ്റിനെ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 2 തീറ്റ ബൈ 6 തീറ്റ. ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ ഇതിനും എന്ത് ചെയ്തു, ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് 6 തീറ്റ രണ്ടിനും ഉള്ളതായിരുന്നു അതിന് കൊടുത്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് റിസൾട്ട് യൂസ് ചെയ്തിട്ട് എഴുതാം. ഇപ്പൊ അറിയാത്തവര് ഡയറക്റ്റ് ഞാൻ പറഞ്ഞ റിസൾട്ട് കൊടുത്താൽ മതി. ഇതിന്റെ മുന്നാരെ വരുന്നത് 4, ഇതിന്റെ മുന്നാരെ വരുന്നത് 6 അല്ലെ. അപ്പൊ ഇവിടെ 4/6 ആണ് വരിക. ഇതെന്താ വരിക, ഇതിന്റെ മുന്നാരെ വരുന്നത് 2, ഇവിടെ എന്താ വരുന്നത് 6 അല്ലെ. അപ്പൊ താഴെ ഡിനോമിനേറ്റർ ഒന്നായതുകൊണ്ട് അതന്നെ എഴുതുക, മുകളിൽ 6 വരിക. 6/6 ഉത്തരം എന്താ വരിക, 1 ആണ് ഉത്തരം വരിക അല്ലെ. അപ്പൊ ഇനി നിങ്ങൾ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. നമ്മൾ ഇത്രയുള്ള ചെയ്തത്, ഡയറക്റ്റ് റിസൾട്ട് കൊടുത്തു. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ഈ 6 തീറ്റ രണ്ടിനും കോമൺ ആണ്, ഇതിനും കൊടുത്തു ഇതിനും കൊടുത്തു. അങ്ങനെ കൊടുത്തതാണ് ഈ 6 തീറ്റ ഇതിനും കൊടുത്തു ഇതിനും കൊടുത്തു. ഡയറക്റ്റ് നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. നമ്മൾ എങ്ങനെ എഴുതാം, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ. ഇവിടെ പ്ലസ് ആണെങ്കിലാണ് ഈ തീറ്റ രണ്ടിനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ അല്ലെ, മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ സൈൻ 3 തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഇടയിലായിട്ട് ആരുണ്ട് ഇവിടെ, ശരിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ, ഇൻറ്റു എന്നാണ്, ഇല്ല ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതാൻ പാടില്ല, സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു കോസ് 3 തീറ്റ ബൈ തീറ്റ. ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഇവിടെ പ്ലസ് ആണെങ്കിൽ, ഇങ്ങനെ ക്വസ്റ്റ്യനിൽ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതായിരുന്നു, പ്ലസ് എന്നിട്ട് എഴുതായിരുന്നു. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ അപ്പൊ ശരിയാവും, ഇൻറ്റു ആകുമ്പോൾ ഇത് ഒരിക്കലും ശരിയാവില്ല. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരാൾക്ക് ആ തീറ്റ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇതിനാണ് ഇട്ട് കൊടുക്കുന്നത്, സൈൻ 3 തീറ്റ ഇൻറ്റു ബാക്കി കോസ് തീറ്റനെ അങ്ങനെ എഴുതാം. അപ്പൊ എങ്ങനെ വരും, എങ്ങനെ സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഇനി നമുക്ക് ലിമിറ്റ് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാൾക്കും ലിമിറ്റിനെ എന്ത് ചെയ്തതാണ്, സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത. ഈ റിസൾട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ഇതെന്തായിരുന്നു, തീറ്റയുടെ മുന്നേ വരുമ്പോൾ തീറ്റ ബൈ, ഈ തീറ്റയുടെ മുന്നേ എന്താണ് 1 ഉണ്ട് അല്ലെ, തീറ്റ ബൈ 1 ഇൻറ്റു കോസ്, ഈ തീറ്റയുടെ വാല്യൂ 0 എന്നുള്ളത് ഇവിടെ കൊടുക്കുക,
കോസ് 0 എന്താ വരിക 1 ആണ് അല്ലെ. അപ്പൊ 3 × 1 വരും, 3 ആയിരിക്കും ഉത്തരം വരും. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചോദിക്കാറുണ്ട്. ഓക്കെ, എത്രയാണ് ലിമിറ്റ്സ് വരുന്നത്? ഇനി ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ നിങ്ങൾ നന്നായിട്ട് ഡെറിവേറ്റീവ്സുകൾ പഠിക്കുക. ഒന്നാമത്തെ റിസൾട്ട് ആണ് d/dx എന്ന് പറയുന്നത് n × x⁻n - 1 ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് എക്സിന്റെ ഡെറിവേറ്റീവിന് നമ്മൾ d/dx എന്നാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ d²y/dx² ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഫൈൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ്, ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോ ഈ റിസൾട്ടിന് d/dx എന്താ വരിക? എക്സിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ് 1 ആണ്. അപ്പൊ നമുക്ക് d/dx² എന്തെഴുതാം? 2x എന്ന് എഴുതാം അല്ലെ. ഇതാണ്, അതായത് x² ആണെങ്കിൽ d/dx² ആണെങ്കിൽ n × x⁻n - 1, അതായത് ആ 2 എഴുതുക, അതൊന്ന് കുറച്ച് എഴുതുക, അതാണ് മീനിങ്. 2x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x³ d/dx എന്താ വരിക? 3x² എന്ന് വരും അല്ലെ. d/dx(x⁴) എന്താ വരിക? 4x³ എന്ന് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ d/dx(x⁻10) എന്താ വരിക? d/dx(x⁻10) എന്താ വരിക? ഈ 10 എഴുതി കൊടുക്കുക, x�9 എഴുതുക, ഇതൊന്ന് കുറച്ച് എഴുതുക. അങ്ങനെയാണെങ്കിൽ d/dx(x⁻7) എന്താ വരിക? 7 × x⁻6 എഴുതുക അല്ലെ. അത് എഴുതുക, ഇതിനൊന്ന് കുറച്ച് എഴുതുക. അങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. x²ൻ്റെത് ഇത് നിങ്ങളവിടെ പഠിച്ചു വെച്ചോ. x²ന്റെ എന്താ വരിക? 2x ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. √x ഡെറിവേറ്റീവ് 1/2 √x ആണ്. 1/x ഡെറിവേറ്റീവ് -1/x² ആണ്. ഓക്കെ, ഇത്രയും റിസൾട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെക്കുക. അടുത്തത് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. d/dx(3) എന്ന് ചോദിച്ചു. അപ്പൊ ആൻസർ എന്താ എഴുതാം? 0 എന്ന് എഴുതാം. d/dx(4) ചോദിച്ചു, ആൻസർ എന്താ? 0. d/dx(-1) ചോദിച്ചു, ആൻസർ എന്താ വരിക? 0. d/dx(0) എന്താ വരിക? 0 തന്നെയാണ് വരിക. മനസ്സിലാവുക? ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഓൾവേസ് എന്താണ്? 0 ആണ്. ഇനി sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. cos x ന്റെ -sin x ആണ്. ഈ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനൊക്കെ നെഗറ്റീവ് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഇവിടെ കണ്ടോ, സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ സിയിൽ ഇതിലൊക്കെ എന്തുണ്ടാവും? ആൻസറിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ sin x ൻ്റെത് എന്താണ്? cos x ആണ്. ഡെറിവേറ്റീവ് ആണ് നമ്മൾ പറയുന്നത്. പല ആൾക്കാരും ഡെറിവേറ്റീവും റെസിപ്രോക്കലും തല തിരിച്ചെഴുതാറുണ്ട്. sin x ന്റെ റെസിപ്രോക്കൽ നമ്മൾ എന്താ പഠിച്ചത്? കൊസീക് ആണ് അല്ലെ. പക്ഷെ sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇപ്പൊ sin x ൻ്റെത് cos x ആണ്, cos x ൻ്റെത് -sin x ആണ്, tan x ൻ്റെത് sec²x ആണ്. റിസൾട്ടുകൾ പഠിക്കാതെ എക്സാമിന് പോവേണ്ട, എഴുതാൻ കഴിയില്ല. അതുപോലെ cot x ൻ്റെത് -cosec²x ആണ്, cosec x ൻ്റെത് -cosec x × cot x ആണ്, sec x ൻ്റെത് sec x tan x ആണ്. ഓക്കെ, ഇത്രയും 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 6 എണ്ണത്തിന്റെ ഉണ്ട്, നോക്കി പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് log x ന്റെ 1/x ആണ്. e⁻x ൻ്റെത് e⁻x തന്നെയാണ് കേട്ടോ. e⁻x നെ എത്ര പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e⁻x. അപ്പൊ പലരും ഇത് മാറ്റി എഴുതും. log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/x വരുന്നത്. dx of log x ആണ് എന്ത് വരുന്നത്? 1/x. 1/x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x² ആണ് കേട്ടോ. ഇത് എപ്പോഴും എല്ലാവരും തെറ്റിക്കാറുണ്ട്. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. log x ൻ്റെത് 1/x, അതായത് ഈ 9ാമത്തെ റിസൾട്ടും ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ റിസൾട്ട് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. log x ന്റെ 1/x ഉം 1/x ൻ്റെത് -1/x² ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഡെറിവേറ്റീവ്സ് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നോക്ക്? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e⁻x + cos x. അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള സിമ്പൽ എന്താന്നുള്ളത് ആദ്യം നോക്കണം. സമ്മും ഡിഫറൻസും, അതായത് കൂട്ടലും കുറക്കലും എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ dy/dx ആണ് കാണേണ്ടത്. ഇതിന്റെ മീനിങ് എന്താണ്? dy/dx ആണ് നമ്മൾ കാണേണ്ടത്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ y = എന്ന് പറഞ്ഞ് എഴുതാം. വൈയിൽ തന്നിട്ടില്ലെങ്കിൽ y = എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? dy/dx ആണ് കാണേണ്ടത്. dy/dx കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? d/dx ഓഫ് രണ്ട് ഭാഗത്ത് എന്ത് കൊടുത്തു? നമ്മൾ d/dx എന്ന് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പ്ലസോ മൈനസോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഈ d/dx അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് കണ്ടാൽ മതി. നമ്മളിപ്പോ എന്താ ചെയ്തത്? ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യുക? d/dx ഓഫ് e⁻x + d/dx ഓഫ് cos x കൊടുത്തു. കണ്ടോ?
രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സമ്മ് കാണുമ്പോഴും ഡിഫറൻസ് ആകുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇനി നടുക്ക സിമ്പൽ ഇൻറ്റും ഡിവിഷനും വരുമ്പോൾ നമുക്ക് മാറ്റം വരും. അപ്പൊ ഇത് നമ്മൾ പഠിച്ചതല്ലേ, എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്താണ്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ നമ്മൾ പഠിച്ചു ലാസ്റ്റ് 10ാമത്തെ റിസൾട്ട് അല്ലെ. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ അതാണ് ഉത്തരം വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താണ് ഇവിടെ സിമ്പൽ നോക്കുക, രണ്ട് ഫംഗ്ഷന്റെ ഇടയിൽ വരുന്ന സിമ്പൽ എന്താന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ചെയ്യാം കേട്ടോ. ഇപ്പോ ഇവിടെ നമുക്ക് ഫംഗ്ഷന്റെ ഇടയിൽ വന്നിരുന്ന സിമ്പൽ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇ റൈസ് ടു എക്സിന്റെയും കണ്ടു, കോസ് എക്സിന്റെയും കണ്ടു. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വിചാരിച്ചോ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് മൈനസ് കോസ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ ഫംഗ്ഷന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന സിമ്പൽ എന്താണ്, മൈനസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതാല്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് മൈനസ് കോസ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റൈസ് ടു എക്സ് ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ എഴുതി കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ് അല്ലെ. അപ്പൊ ഇ റൈസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് ഉത്തരം വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാന്ന് വിചാരിച്ചു, ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. അതായത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പ്ലസും മൈനസും ഒന്നും വരാണ്ട് ഇൻറ്റു തന്നു. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരില്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം, പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം, അതായത് യു ബി റൂൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തരും, യു എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ ഇവിടെയും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഇ റൈസ് ടു എക്സ് പ്ലസ് കോസ് എക്സ് ആകുമ്പോൾ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇ റൈസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ആകുമ്പോഴും ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ആകുമ്പോഴും ബൈ കോസ് എക്സ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യു വി റൂളും അതുപോലെ തന്നെ യു ബൈ വി റൂളും യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് ലോഗ് എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണേണ്ടത്, ഡി ബൈ ഡി എക്സ്. അപ്പൊ നമുക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതാം, കോസ് എക്സ് മൈനസ് ലോഗ് എക്സ് എന്ന് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും ഡി വൈ ബൈ ഡി എക്സ് കാണും. രണ്ട് ഭാഗത്തും ഡി ബൈ ഡി എക്സ് കാണുമ്പോൾ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് ലോഗ് എക്സ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്ന ക്വസ്റ്റ്യൻ ആദ്യം വൈ എന്ന് പറഞ്ഞ് എഴുതി, രണ്ട് ഭാഗത്ത് എന്ത് കൊടുത്തു, ഡി ബൈ ഡി എക്സ് കൊടുത്തു അല്ലെ. ഇവിടെ ഈ വൈന്റെ മുന്നിൽ ഞാൻ എന്ത് കൊടുത്തു, ഡി ബൈ ഡി എക്സ് കൊടുത്തു, ഇവിടെ എന്ത് ചെയ്തു, ഡി ബൈ ഡി എക്സ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡി ബൈ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് അല്ലെ, ഇതിനെ കോസ് എക്സിനും കൊടുക്കുക ലോഗ് എക്സിനും കൊടുക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്തായിരുന്നു, മൈനസ് സൈൻ എക്സ് ആയിരുന്നു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ എഴുതുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x. ഇതാണ് ഉത്തരം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതാണ് ഞാൻ പറഞ്ഞ റൂള്, കോഷ്യന്റ് റൂളും പ്രൊഡക്റ്റ് റൂളും അല്ലെ. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് റൂളാ കോഷ്യന്റ് റൂളാന്നൊന്നും തരില്ല, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ്. അപ്പൊ ആദ്യം തന്നതിന് എന്ത് ചെയ്യും, നമ്മൾ വൈ എന്ന് പറഞ്ഞു എഴുതാം. അപ്പൊ ഇതിന്റെ നടുക്ക വരുന്ന സിമ്പൽ നോക്കുക, നടുക്ക വരുന്ന സിമ്പല് പ്ലസും മൈനസും എന്തെങ്കിലും ആണോ, ഇല്ല അല്ലെ. പ്ലസും അല്ല മൈനസും അല്ല, എന്താ വരുന്നത്, ഇൻറ്റു ആണ്. ഇൻറ്റു ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു രണ്ട് ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മള് രണ്ട് ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി ബൈ ഡി എക്സ് കൊടുക്കുക. ഇവിടെ പ്ലസും മൈനസും ആയപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് വരും. ഇങ്ങനെ എഴുതരുത്, ഇൻറ്റു വരുന്ന കേസിൽ ഇങ്ങനെ എഴുതരുത്, എഴുതാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് റൂൾ യൂസ് ചെയ്യുന്നത്, യു വി റൂൾ ഉപയോഗിക്കുന്നത്. യു വി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് യു ഫസ്റ്റത്തെ ആൾ അതുപോലെ എഴുതുക, രണ്ടാമത്തെ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് കൊടുക്കുക. പ്ലസ് പ്രൊഡക്റ്റ് റൂൾ ആകുമ്പോൾ പ്ലസ് കൊടുക്കുക, അടുത്ത രണ്ടാമത്തെ ആൾ അതുപോലെ എഴുതുക, ഫസ്റ്റത്തെ ആൾ എന്ത് ചെയ്യുക, നമ്മൾ ഡെറിവേറ്റീവ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം, ഇതിൽ യു ആരായിരുന്നു, എക്സ് ആയിരുന്നു, എക്സ് സ്ക്വയർ ആയിരുന്നില്ല. അപ്പൊ ഫസ്റ്റത്തെ ആൾ അതുപോലെ എഴുതി, രണ്ടാമത്തെ ആൾ ആരായിരുന്നു, കോസ് എക്സ് ആയിരുന്നു, പ്ലസ് രണ്ടാമത്തെ ആൾ ആരാണ്, കോസ് എക്സ് ആണ്, ഇൻറ്റു ഫസ്റ്റ് ആൾ ആരായിരുന്നു, എക്സ് സ്ക്വയർ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സ് സ്ക്വയറിന് ഒരു മാറ്റമല്ല, എക്സ് സ്ക്വയറിന് അതുപോലെ തന്നെ എഴുതി. ഈ റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്, പ്ലസ് കോസ് എക്സിന് അതുപോലെ എഴുതി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്, 2x ആണ്. ഇതായിരിക്കും ഉത്തരം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലം എന്തായാലും എസ് എയിൽ ഉണ്ടാകും, പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, തന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതും, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക,
ഡി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക അല്ലേ. ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെയും പ്രൊഡക്റ്റ് ആണ്, രണ്ടിൻ്റെ ഇടയിൽ പ്ലസോ മൈനസോ ഒന്നുമല്ല, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യു, ഇതാണ് നമ്മുടെ വി അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ആദ്യം യുവിന് എഴുതുക, എന്നിട്ട് രണ്ടാമത് എന്ത് ചെയ്യുക, നമ്മൾ വിന്റെ ഡെറിവേറ്റീവ് എഴുതുക, പ്ലസ് പിന്നെ വിന് എഴുതുക. വി എന്തായിരുന്നു, കോസ് എക്സ് ആയിരുന്നു, ഇൻറ്റു ആദ്യത്തത് എന്തായിരുന്നു, യു സൈൻ എക്സ് ആയിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് ആകെ അറിയേണ്ടത് സൈൻ എക്സിന്, അതുപോലെ തന്നെ എഴുതുക ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്, പ്ലസ് കോസ് എക്സിന് അതുപോലെ എഴുതുക ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ് വരിക, കോസ് എക്സ് ആണ് അല്ലേ. ഈക്വൽ ടു ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ എക്സ് വരും, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ത് വരും, മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് വരും അല്ലേ. ഓക്കെ, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്. അതായത് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. കോസ് സ്ക്വയർ എക്സ് തന്നെ ആദ്യം പ്ലസ് ഉള്ള ടേമിന് എഴുതുകയാണ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. എന്ത് വരും, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിരുന്നത് എന്താണ് ഫോർമുല, കോസ് 2x ആണെന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ത് റൂൾ ഉണ്ട്, യു ബൈ വി റൂൾ അല്ലേ. ഇത് എന്ത് റൂളിലാണ് കിടക്കുന്നത്, യു ബൈ വി റൂളാണ്. അപ്പോൾ നേരത്തെ ഇത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിവിഷനാണ്. ഡിവിഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്ന ക്വസ്റ്റ്യൻ ആദ്യം y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ മുകളിൽ ഇതാണ് യു, ഇതാണ് വി അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ആദ്യം എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ആരാണ് യു, ഇതാണ് യു, ഇതാണ് വി അല്ലേ. കോഷ്യൻ റൂൾ ആകുമ്പോൾ നമ്മൾ ആദ്യം വിന്ന് എഴുതുക, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് എഴുതുക, മൈനസ് കോഷ്യൻ റൂൾ ആകുമ്പോൾ നമ്മൾ മൈനസ് ആണ് ഇടുന്നത് കേട്ടോ, യുന്ന് എഴുതുക ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ വിന്റെ സ്ക്വയർ. ഇതാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്, യു ബൈ വി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വെച്ച് എഴുതുമ്പോൾ എങ്ങനെ വരിക, വി ആരായിരുന്നു, കോസ് എക്സ് ആയിരുന്നു അല്ലേ. കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു ആരായിരുന്നു, സൈൻ എക്സ് ആണ്, മൈനസ് യു ആരായിരുന്നു, സൈൻ എക്സ് ആയിരുന്നു, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് എഴുതാം അല്ലേ, ഡിവൈഡഡ് ബൈ ഏതിൻ്റെ സ്ക്വയറാണ് നമ്മൾ എഴുതേണ്ടത്, കോസ് എക്സിൻ്റെ സ്ക്വയറാണ്, അതെന്ത് വരും, കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സിന് കോസ് എക്സ് തന്നെ എഴുതി, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് എക്സ് തന്നെയാണ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, മൈനസ് സൈൻ എക്സ്, ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, കോസ് സ്ക്വയർ എക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് സ്ക്വയർ എക്സ് ആണ്, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്, 1 ആണ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയ എന്താണ്, 6 സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താന്ന് നമുക്കറിയാം, ടാൻ എക്സ് ആണെന്ന് അറിയാം അല്ലെ. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്, ടാൻ എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ ആ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്നുള്ളത്, 6 സ്ക്വയർ എക്സ് ആണെന്നുള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ മുകളിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് യൂസിങ് കോഷ്യൻ റൂൾ. അപ്പൊ ടാൻ എക്സിനെ നമ്മൾ നേരത്തെ എഴുതിയ സെയിം പോലെ തന്നെ എഴുതുക, സൈൻ എക്സ് ബൈ കോസ് എക്സ്. എന്നിട്ട് ഞാൻ മുകളിൽ ചെയ്ത പോലെ കോഷ്യൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ടാൻ എക്സിനെയാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. ടാൻ എക്സ് ആണ് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് ഞാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് കൊടുത്തോളൂ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് ചോദിക്കാം. അപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ്. ടാൻ എക്സിന്റെ കോട്ടെക്സിന്റെ ചോദിച്ചിട്ടുണ്ട് യൂസിങ് കോഷ്യൻ റൂൾ. ടാൻ എക്സിന്റെ നമ്മൾ ഓൾറെഡി റിസൾട്ട് ആയിട്ട് പഠിച്ചതാണ്. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്? 6 സ്ക്വയർ എക്സ് ആയിരുന്നു. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത് അല്ലെ. ഏത് റൂൾ ഉപയോഗിച്ചിട്ട്? കോഷ്യൻ റൂൾ ഉപയോഗിച്ച്. ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എഴുതിയതിനു ശേഷം നമുക്ക് ആ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. ഇതുപോലെ കോട്ടെക്സിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ടെക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എഴുതാം അല്ലെ. കോസ് എക്സ് ബൈ സൈൻ എക്സ് എഴുതാം. കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇതുപോലെ നിങ്ങൾ യു ബൈ വി റൂൾ വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ് എന്തായിരുന്നു എന്നുള്ളത്? മൈനസ് കോസെക് സ്ക്വയർ എക്സ് ആയിരുന്നു. ഈ റിസൾട്ട് കിട്ടും കേട്ടോ. യു ബൈ വി റൂൾ ചെയ്ത് നിങ്ങൾ കോട്ടെക്സിന്റെ ചെയ്ത് നോക്കുക. കോട്ടെക്സിന്റെ ചെയ്യുമ്പോൾ താഴെ ഫസ്റ്റ് സൈൻ എക്സ് എഴുതുക, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു വി ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്
ഡിവൈഡഡ് ബൈ സൈൻ എക്സിന്റെ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ എക്സ് ആണ് വരിക. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്തതാണ്. ചെയ്ത് കഴിയുമ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും എന്ത് വരും, മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ മുകളിൽ എന്ത് വരും, മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് വരും ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാവും, സൈൻ സ്ക്വയർ എക്സ് ഉണ്ടാവും. അപ്പോൾ മുകളിലത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ടും ചെയ്തത് തന്നെയാണ് കേട്ടോ. മൈനസ് 1/sin സ്ക്വയർ എക്സ് വരും. മൈനസ് 1/sin സ്ക്വയർ എക്സ് എന്താണ്, മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും അല്ല ടാൻ എക്സിന്റെയും കോട്ട് എക്സിന്റെയും മാത്രമല്ല സീക്ക് എക്സിന്റെയും കൊസീക് എക്സിന്റെയും കൂടി ചോദിക്കാറുണ്ട് കേട്ടോ. അതെങ്ങനെയാ അപ്പോൾ സീക്ക് എക്സിന്റെയും കൊസീക് എക്സിന്റെയും ചോദിക്കാറ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത് തന്നെയായിരുന്നു. എങ്ങനെയാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കൊസീക് എക്സ് ആൻഡ് സീക്ക് എക്സ് യൂസിങ് കോഷ്യൻ റൂൾ ചോദിക്കും. അപ്പൊ നമുക്ക് കൊസീക് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും, കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin എക്സ് ആണ് അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ u/v എന്ന് പറയുമ്പോൾ u ആയിട്ട് 1നെ എടുക്കുക, v ആയിട്ട് സൈൻ എക്സിനെ എടുക്കുക. അതുപോലെ സീക്ക് എക്സ് എടുക്കുമ്പോൾ 1/സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/cos എക്സ് ആണ് അല്ലെ. 1/cos എക്സിൽ മുകളിൽ u ആയിട്ട് ആരെടുക്കുക, 1 ആയിട്ട് എടുക്കുക, v ആയിട്ട് ആരെടുക്കുക, കോസ് എക്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഷ്യൻ റൂൾ കൊടുക്കുക. കോഷ്യൻ റൂൾ ഇപ്പൊ നമ്മൾ പഠിച്ച റൂൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊസീക് എക്സിന്റെയും സീക്ക് എക്സിന്റെയും ഒക്കെ ഡെറിവേറ്റീവ് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. എത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.